ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊന്ന് തെമു ഫ്രീ ആയിട്ട് കുറച്ച് ഗിഫ്റ്റ് തന്നു. നമ്മുടെ കൂട്ടന്മാർക്ക് റെഫർ ചെയ്ത് കൊടുത്തിട്ട് കിട്ടിയ സംഭവമാണ്. അപ്പം ഇത് ഞാൻ സെലക്ട് ചെയ്ത് തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. ദൈവത്തിന് അറിയുള്ളൂ കേട്ടോ. അത് തന്നെ ആവില്ല എന്നറിയില്ല. 0 പേയ്മെൻറ്റ്, ഒറ്റ പൈസ കൊടുത്തിട്ടില്ല, ഫ്രീ ഡെലിവറി ഫ്രം ചൈന. അത് പറയണോ? പാക്കിംഗ് ഒക്കെ ഇല്ലേ? ഫസ്റ്റത്തെ ലിഫ്റ്റ് ഇത് ഒരു ബ്ലാങ്കറ്റ്. ബ്ലാങ്കറ്റ് എത്ര ഉണ്ട്, എന്തോരം വീതിയൊക്കെ ഉണ്ടെന്ന് നോക്കാം. യെസ് ഗൈസ്, എൻ്റെ മോന് കിടക്കാം. എൻ്റെ മോള് ഒരു 12 വയസ്സാവണം, അല്ലെങ്കിൽ 10 വയസ്സാവണം, എന്നാലും കിടക്കാൻ പറ്റുള്ളൂ. നോക്കി, ഇതിലെനിക്ക് കിടക്കാൻ പറ്റില്ല ഗൈസ്. ഇത് വളരെ ചെറുതാണ്, ഇതിലെനിക്ക് കിടക്കാൻ പറ്റില്ല ഗൈസ്. എന്നെ പറ്റിച്ചു ഗൈസ്. ഞാൻ വിചാരിച്ചു എൻ്റെ ബെഡിൽ മൊത്തം വരുന്നു. ഇത് പറ്റിപ്പോണ് ഗൈസ്. പക്ഷേ അവരുടെ നമ്മുടെ പിക്ചറിൽ ആപ്ലിക്കേഷനിൽ കാണിച്ചപ്പോൾ ഭയങ്കര ഒരു ക്യൂൻ സൈസ് ബെഡ് മൊത്തം വിരിച്ചിട്ടേക്കുന്ന ടൈപ്പായിരുന്നു. ഇത് വളരെ ചെറുതാണ് ഗൈസ്. നന്നായിട്ട് പറ്റിച്ചു ഗൈസ്. ഇതിൽ ഞാൻ തൃപ്തനല്ല ഗൈസ്. നെക്സ്റ്റ്, ഇത് ഐഫോണിൻ്റെ മറ്റേ വ്ളോഗൊക്കെ എടുക്കുമ്പോഴുള്ള ഒരു മറ്റേ പിന്നിൽ ട്രാൻസ്മിറ്ററിൽ വെച്ചിട്ട് ഇവിടെ അതിവിടെ വയ്ക്കില്ലേ, മൈക്ക് സംഭവം തന്നെ, അത്രേ ഉള്ളൂ. മൈക്ക് അതാണ് സംഭവം. പക്ഷെ പൊട്ടിക്കണം ഞാൻ. ഈ സാധനം കിട്ടി ഗൈസ്. അത് കംപ്ലീറ്റ് നൈസായിട്ട് മോചിച്ചു ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, വീണ്ടും എനിക്ക് പറയാവുന്ന ഗൈസ്, അതിൽ ഇതേപോലത്തെ 2 എണ്ണം ഉണ്ടാകുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. മൈക്ക് 2 മൈക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലാകെ ഊരല്ലേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇത് 2 എണ്ണം വയ്ക്കാനുള്ള സ്പേസും ഉണ്ട്. ഇവിടെ ഒരു മൈക്ക്, ഇവിടെ ഒരു മൈക്ക്, 2 മൈക്ക് വയ്ക്കാനുള്ള സെറ്റപ്പായിരുന്നു നമുക്ക് കാണിച്ചിരുന്നു. അതിൽ നമ്മളെ പറ്റിച്ചു ഗൈസ്. ഒറ്റ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. 2 മൈക്ക് അവർ ആപ്ലിക്കേഷൻ കാണിച്ചായിരുന്നു. സോ ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദിസ് ഓൾസോ. ഇതൊക്കെ വർക്ക് ചെയ്യുമെന്ന് കണ്ടറിയാം. അപ്പം നിങ്ങൾ വിചാരിക്കണ്ടോ ഫ്രീ ആയിട്ട് തന്നല്ലേ? പക്ഷെ അങ്ങനെയല്ലല്ലോ ഗൈസ്. നമ്മൾ എത്ര പേരെ ഒപ്പിച്ചു കൊടുത്തവർക്ക്, ഫ്രണ്ട് സർക്കിളിന് റെഫർ ചെയ്ത് കൊടുത്തു, എത്ര പേരെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും, അവർക്കൊക്കെ ഇതാക്കിയില്ലേ. നെക്സ്റ്റ് ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്. ഇത് പറ്റിപ്പോണോ പറ്റിപ്പല്ലേ നമുക്ക് നോക്കാം. ഇത് കൊള്ളാം എന്ന് തോന്നുന്നു ഗൈസ്. അയ്യോ, പുറത്തെടുത്താൽ അറിയാൻ പറ്റുള്ളൂ.
ഗൈസ് ഇത് ഓഫ് ആവുന്നില്ല ഗൈസ്. ഇതിങ്ങനെയാണ് ഗൈസ്. എങ്ങനെയാണ് ഗൈസ്? വൈറ്റ് ബ്രഷ് ഉണ്ട്, 2 ബ്രഷ്, 2 ടൈപ്സ് ബ്രഷ് ഉണ്ട്. പിന്നെ ഇത് കൊള്ളാം കേട്ടോ. ഇത് നമുക്ക് ഈ വായല ഉള്ളിലെ സാധനങ്ങളൊക്കെ കാണാം. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അടിയിലുള്ള ഒരു മിററാണ്, ചെറിയൊരു മിറർ. പിന്നെ ഒരു കേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് ജസ്റ്റ് ഇത് വെച്ച് നോക്കാനായിട്ട് എങ്ങനെയാണ് നോക്കാം. ബ്രഷിലുള്ള സംതിങ് ഓക്കെ. ഇതിങ്ങനെ തിരിക്കുമ്പോൾ ഓക്കെ. ഇത് മറ്റേ ഇതാണ് ബ്രോസ്. ഇത് പണ്ടാറും പല്ലിൻ്റെ ഇടയിലെ ക്ലാവില്ലേ, വെള്ള സാധനം, അതെടുക്കാനുള്ള സാധനം. ഇതൊന്നും നമ്മൾ യൂസ് ചെയ്ത് ഗൈസ്. ഇതൊക്കെ പ്രൊഫഷണലായിട്ട് ഇത് മറ്റേ 300 ഉറുപ്പിക കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. ഇതൊന്നും നമ്മൾ ചെയ്തിട്ടാ നമ്മുടെ പല്ലൊക്കെ പോകും സാധനം. ഞാൻ പറഞ്ഞിട്ട് ചെയ്തൊന്നും പറയരുത്. ഇതെങ്ങനെയാണ് വെക്കുന്നത്? ഓക്കെ. ഇതിൻ്റെ ഒരു ടെക്നിക്കാണ് നമ്മൾ ഗൈസ്. നോക്കി, ഇവിടെ ബട്ടൺ അമർത്തുക. ഇവിടെ സോഫ്റ്റ് ഉണ്ട്. ഗൈസ് കൊള്ളാം ഗൈസ്. ഇത് വൈബ്രേഷൻ ഉള്ളിലിട്ട് ഇത് വെച്ചിട്ട് തേക്കുന്ന വീഡിയോസ് ഞാൻ ഇടാം ഗൈസ്. ഓക്കെ, ഇത് കുഴപ്പമില്ല. ഇത് പിന്നെങ്കിലും ഉണ്ട്. വേർത്തൊന്നും പറയാനില്ല, കുഴപ്പമില്ല. കിട്ടിയതിൽ മെച്ചപ്പെട്ട സാധനം എന്ന് പറയാം. അത്രേ ഉള്ളൂ ഗൈസ്, കിട്ടിയതിൽ മെച്ചമുള്ള സാധനം. ഓക്കെ, നമുക്കിത് മാറ്റി വയ്ക്കാം. ഒടുക്കേറുന്നൊരു ഗൈസ്, നമുക്ക് പള്ളിക്കറ്റുള്ള ഒരു കല്ലുവരിപ്പോട്ടെ. നെക്സ്റ്റ് ഒരു സൂപ്പർ സാധനമാണ് കിട്ടി. ഒരു ഷൂസാണ് ഗൈസ്. ഒരു ഷൂസ് കിട്ടിയിരിക്കുന്നു ഫ്രീ ആയിട്ട്. ഒരു ഷൂസ്. ഓ മൈ ഗോഡ്, ഇത് കൊള്ളാം ഗൈസ്. യെസ് ഗൈസ്, ഇത് കൊള്ളാം ഗൈസ്. ഇത് പിന്നെയും കുഴപ്പമില്ല ഗൈസ്. ഇത് പിന്നെയും കുഴപ്പമില്ല. ഇത് ഓക്കെയാണ് ഗൈസ്. നല്ല കളറൊക്കെ ഉണ്ട്. ബ്രീത്തിങ് ടൈപ്പ് തുണിയുള്ള സംഭവമാണ് ഗൈസ്. ഇത് കൊള്ളാം. ഇത് ഓക്കെയാണ് ഗൈസ്. പണ്ടാറോട് ഇപ്പം എടുത്തില്ലട്ടാ. എന്താണ് മറ്റേ കണ്ടൽക്കാടോ അതിൻ്റെ ഉള്ളിൽ? ഇതൊക്കെ എന്തിട്ടാണ് ഈ പച്ച സാധനമൊക്കെ? എന്താണ് ഡാമ്പ് ഷൂസാ? വണ്ടാറം പിടിക്കാൻ ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ, മിണ്ടാണ്ടിരുന്നോടാ. ഓക്കെ, അതെ. ഇനി ലാസ്റ്റ് ഇസ് എ സ്പെഷ്യൽ. യെസ്, ഇതൊരു തൊപ്പി. ഇവിടെ ഒരു തൊപ്പി ഉണ്ടായിരുന്നു, ആരും കാണുള്ളൂ ബ്രോ. ആരോ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോസ്റ്റോ കോഫിയുടെ ബിനീഷയുടെ നല്ല തൊപ്പിയാണ്. എൻ്റെ പേര് ഞാൻ ഒരു തൊപ്പി കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് കിട്ടിയ തൊപ്പി. യെസ്, ഇത് മിലിറ്ററി ക്യാപ്പാണ് കേട്ടോ, സാധാ ക്യാപ്പല്ല. മിലിറ്ററി ക്യാപ്പാണ്, മിലിറ്ററി ക്യാപ്പ് എന്നും പറഞ്ഞിട്ടാണ് അവർ അതിലുണ്ടായിരുന്നത്. മിലിറ്ററി ആണോ പോലീസാണോ എന്ന് നമുക്ക് നോക്കാം. മിലിറ്ററി ആണോ പോലീസാണോ കളറാണോ എന്നൊക്കെ ഇട്ട് നോക്കാം.
ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? ഇത് മിലിറ്ററി എന്നല്ല ഗൈസ്, മിലിറ്ററി തൊപ്പി. യെസ്, ഞാൻ മിലിറ്ററിയിൽ ചേർന്നു ഗൈസ്. ഇത് എനിക്കിഷ്ടമായി. ഇവിടെ സ്റ്റാറൊക്കെ ഉണ്ട്. സ്റ്റാർ കഴിഞ്ഞ് ഒരു ഗിഫ്റ്റ് കൊണ്ട് വരാണ്ട് ആയിട്ട് ഞാൻ കാണിച്ച പുഷ. പക്ഷെ ഈ തൊപ്പി എനിക്ക് ഇഷ്ടമായിട്ടാ, നല്ല രസമുള്ളത്. ഇപ്പോൾ കുവൈറ്റിൽ ഭയങ്കര ചൂടാ, അപ്പം ഇത് വെച്ചിട്ട് നടക്കാം. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. എന്നാലും തെമ്മ് ഇത് കൊള്ളാം. ഷൂസ് പിന്നെ കുഴപ്പമില്ല. കമ്പിളിയൊക്കെ വെറുതെ മുഞ്ചിച്ച് കളഞ്ഞു. പിന്നെ മറ്റേ മൈക്ക് ഇതൊക്കെ രണ്ടെണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതും പറ്റിച്ചു. ഇത് പിന്നെയെങ്കിലും കുഴപ്പമില്ല. ഗൈസ്, എന്നാൽ ശരി, എന്നാൽ ബൈ ബൈ, സീ യു.